അമേരിക്കയുടെയും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെയും കടുത്ത ഉപരോധങ്ങളെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇറാനും ചൈനയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം പുതിയ ഉയരങ്ങളിലേക്ക് കടക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. പ്രമുഖ ഇറാനിയൻ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഇറാൻ ചൈന തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ചക്രവാളത്തെക്കുറിച്ചുള്ള ഒരു പുതിയ ദർശനം എന്ന ലേഖനത്തിലാണ് അദ്ദേഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ പ്രാധാന്യം ലോകത്തിന് മുൻപിൽ തുറന്നു കാട്ടിയത്. അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന വെല്ലുവിളികളെ നേരിടുന്നതിനും യഥാർത്ഥ ബഹുരാഷ്ട്രവാദം ശക്തിപ്പെടുത്തുന്നതിനും ഇറാൻ ചൈന സഹകരണം അനിവാര്യമാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഔപചാരിക നയതന്ത്ര ബന്ധത്തിന്റെ 55-ാം വാർഷിക വേളയിലാണ് അബ്ബാസ് അരാഗ്ചിയുടെ ഈ സുപ്രധാന ലേഖനം പുറത്തു വന്നിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി വിവിധ രാഷ്ട്രീയ കൊടുങ്കാറ്റുകളെയും പ്രതിസന്ധികളെയും വിജയകരമായി അതിജീവിച്ചാണ് ഇറാനും ചൈനയും തമ്മിലുള്ള ബന്ധം ഇന്നത്തെ നിലയിലേക്ക് വളർന്നത്. ദുഷ്കരമായ സമയങ്ങളിൽ പരസ്പരം തുണയായി നിന്ന ഈ രാജ്യങ്ങൾ നിലവിൽ സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ചട്ടക്കൂടിലാണ് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളെയും ചരിത്രപരമായ വഴിത്തിരിവുകളെയും പരസ്പര ബഹുമാനത്തോടെയും വിശ്വാസത്തോടെയും നേരിടാൻ സാധിച്ചുവെന്നത് ഇരു രാജ്യങ്ങളുടെയും പക്വതയാർന്ന നയതന്ത്രത്തിന്റെ തെളിവാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇറാനെതിരെ നടപ്പാക്കിയ പരമാവധി സമ്മർദ്ദ തന്ത്രങ്ങളും നിയമവിരുദ്ധമായ ഉപരോധങ്ങളും ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തെ ദുർബലപ്പെടുത്തുന്നതിന് പകരം കൂടുതൽ ഘടനാപരവും ആഴമേറിയതുമാക്കുകയാണ് ചെയ്തത്. ഇറാനിയൻ സമ്പദ് വ്യവസ്ഥയെ ലോകത്ത് നിന്ന് ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നീക്കങ്ങളെ ചൈന ശക്തമായി എതിർത്ത് തോൽപ്പിച്ചു. ഉപരോധങ്ങൾ കൊണ്ട് ഒരു പ്രശ്നത്തിനും ശാശ്വത പരിഹാരം കാണാനാകില്ലെന്ന നിലപാടാണ് ചൈന സ്വീകരിച്ചത്. ഇറാന്റെ പ്രധാന സാമ്പത്തിക പങ്കാളി എന്ന നിലയിൽ ചൈന നൽകുന്ന പിന്തുണ പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇറാന് വലിയ ആശ്വാസമാണ് നൽകുന്നത്. UN സുരക്ഷാ കൗൺസിലിൽ അമേരിക്കൻ നയങ്ങളുടെ ദുരുപയോഗത്തെ തുറന്നു കാട്ടുന്നതിലും ചൈനയുടെ ഭാഗത്തു നിന്ന് ഉത്തരവാദിത്തപരമായ സമീപനമുണ്ടായതായി ഇറാൻ നന്ദിപൂർവ്വം സ്മരിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളും UN ചാർട്ടറും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇറാന് നേരെ നടക്കുന്ന അമേരിക്കൻ ഇസ്രയേൽ ആക്രമണങ്ങളെയും അരാഗ്ചി തന്റെ ലേഖനത്തിൽ രൂക്ഷമായി വിമർശിച്ചു. സാർവത്രിക ധാർമ്മിക തത്വങ്ങളുടെ ലംഘനങ്ങളെ തടയുന്നതിലോ ഉത്തരവാദികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതിലോ ആഗോള സമൂഹം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. കാട്ടിലെ നിയമത്തിലേക്കുള്ള തിരിച്ചുവരവ് എത്രത്തോളം അപകടകരമാണെന്ന് ചൈനീസ് സുഹൃത്തുക്കൾ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തുന്ന സംഘർഷഭരിതമായ ഇടപെടലുകൾ ആ ആശങ്കകൾ പൂർണ്ണമായും ശരിയാണെന്ന് തെളിയിക്കുന്നതാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രാദേശികവും അന്തർദേശീയവുമായ സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിൽ ഇറാനും ചൈനയും തമ്മിലുള്ള സൃഷ്ടിപരമായ സഹകരണം ചരിത്രപരമായ പങ്ക് വഹിക്കുന്നുണ്ട്. കേവലം ഉഭയകക്ഷി സഹകരണത്തിനപ്പുറം ആഗോള സംഘടനകൾക്കുള്ളിൽ ഈ ബന്ധം ഒരു വലിയ തന്ത്രപരമായ മാനമായി വളർന്നിരിക്കുന്നു. ഷാങ്ഹായ് സഹകരണ സംഘടന, ബ്രിക്സ് തുടങ്ങിയ ആഗോള വേദികളിലെ നിർണായക അംഗങ്ങൾ എന്ന നിലയിൽ ചൈനയുടെ ഇടപെടലുകൾ അന്താരാഷ്ട്ര സംവിധാനത്തിൽ പുതിയ ശക്തി കേന്ദ്രങ്ങളുടെ ഉദയത്തിന് കാരണമായിട്ടുണ്ട്. ഈ പുതിയ കൂട്ടായ്മകൾ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന പടിഞ്ഞാറൻ ശക്തികളുടെ അധികാര കുത്തക തകർക്കുന്നതിനും കൂടുതൽ നീതിയുക്തമായ ഒരു അന്താരാഷ്ട്ര ക്രമം കെട്ടിപ്പടുക്കുന്നതിനും ഫലപ്രദമായ ഉപാധികളാണെന്ന് ഇറാൻ വിശ്വസിക്കുന്നു. വികസ്വര രാജ്യങ്ങളുടെ സുപ്രധാന താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പുതിയ ബഹുമുഖ സ്ഥാപനങ്ങളും സംഘടനകളും ശക്തിപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ബ്രിക്സ്, SCO തുടങ്ങിയ ഘട്ടങ്ങൾ നൽകുന്ന സുവർണാവസരങ്ങളും പങ്കിട്ട ശേഷങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് ഇറാൻ പൂർണ്ണമായും സജ്ജമായിരിക്കുന്നത്. പ്രാദേശിക സ്ഥിരത, സാമ്പത്തിക അഭിവൃദ്ധി, കൂട്ടായ സുരക്ഷ എന്നിവ ശക്തിപ്പെടുത്തുന്നതിനായി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുമായുള്ള തന്ത്രപരമായ ഇടപെടലുകൾ കൂടുതൽ വിപുലീകരിക്കാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളിലെയും ഉന്നത നേതാക്കളുടെ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയും പരസ്പര വിശ്വാസവുമാണ് ഈ പുതിയ സമൃദ്ധിയുടെ അധ്യായത്തിന് അടിത്തറയിട്ടിരിക്കുന്നത്. ഇറാനും ചൈനയും തമ്മിലുള്ള സഹകരണം ഇരു രാജ്യങ്ങളുടെയും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പുറമെ അന്താരാഷ്ട്ര തലത്തിൽ നീതി നടപ്പിലാക്കുന്നതിനും യഥാർത്ഥ ബഹുരാഷ്ട്രവാദം ശക്തിപ്പെടുത്തുന്നതിനും ഒരു മികച്ച മാതൃകയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല.
ഭാവിയിലെ വെല്ലുവിളികളെ ഒത്തൊരുമിച്ച് നേരിടാനും ലോകത്ത് ശാശ്വതമായി സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കാനുമുള്ള ദൃഢനിശ്ചയത്തിലാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്.